അമേരിക്കയുടെ ഒരു ഗൾഫ് ചതി. ഇത്തരം ചതിപ്രയോഗങ്ങൾ അമേരിക്കയ്ക്ക് സർവ്വസാധാരണമാണ്. പക്ഷേ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഖത്തർ അത്ര കണ്ട് വിചാരിച്ചത് പോലുമില്ല. കാരണം അമേരിക്കയെ അവർ അത്രയ്ക്കങ്ങ് വിശ്വസിച്ചു പോയി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചതനുസരിച്ചാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങൾ ഖത്തറിലേക്ക് എത്തിയത്. ഖത്തർ സുരക്ഷിതമാണെന്ന് അവർ കരുതി. അമേരിക്കയുടെ സൈനിക താവളമുള്ള സഖ്യരാജ്യമായ ഖത്തറിൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ ലംഘനങ്ങളും ഉണ്ടാകില്ലെന്ന് പാവങ്ങൾ വിശ്വസിച്ചുപോയി. അങ്ങനെ ചെന്ന് കയറി കൊടുത്തതാണ് ഈ ഹമാസ് തീവ്രവാദികൾ. ഒരു മാസം മുമ്പാണ് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനകത്തേക്ക് ഒരു മിസൈൽ അയച്ചതെന്ന് അവിടേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പെങ്കിലും ഈ ഹമാസ് തീവ്രവാദികളൊന്ന് ഓർക്കണമായിരുന്നു. ദോഹയിലെ നയന്ത്ര മേഖലയായ ലക്താഫിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളെ കുറിച്ച് അവരാരൊക്കെയാണ്, എത്ര പേരുണ്ട്, അവരുടെ പേര് വിവരങ്ങൾ എന്താണ്, ഇതൊക്കെ ഖത്തറിന് പോലും അത്ര വ്യക്തമായില്ലെങ്കിലും പെന്റഗണിന് കൃത്യമായി അറിയാമായിരുന്നു, ട്രംപിനും അറിയാമായിരുന്നു. ഇനി ഒരുപക്ഷെ ട്രംപ് അറിയുന്നില്ല എന്ന് ആണയിട്ട് പറഞ്ഞെങ്കിൽ കൂടി പെന്റഗൺ അത് കൃത്യമായി അറിഞ്ഞു തന്നെയാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് മുകളിലൂടെ കടന്നുപോയി ഖത്തറിലെ ഈ നയന്ത്ര മേഖലയിൽ ബോംബിട്ടത്. ബോംബിട്ട് കൃത്യം 9 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ നോക്കി നിൽക്കുന്ന അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ അത് കണ്ടെത്തി. അങ്ങനെ വൈറ്റ് ഹൗസ് അറിയിച്ചപ്പോഴാണ് ശരിക്കും ഖത്തർ പോലും അതറിഞ്ഞത്. അതാണ് ഖത്തർ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന ആ തർക്കത്തിന്റെ ശരിക്കുള്ള വസ്തുത. ഇസ്രായേലിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് കടന്നു വന്ന് ആക്രമിക്കാൻ ഇന്റലിജൻസ് സപ്പോർട്ടും ലോജിസ്റ്റിക് സപ്പോർട്ടും ഇതൊക്കെ ഇസ്രായേലിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് അതൊക്കെ ആര് നൽകി? ട്രംപ് വ്യക്തിപരമായി അറിഞ്ഞില്ലെങ്കിൽ കൂടി പെന്റഗൺ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർ എല്ലാ വിവരങ്ങളും തീവ്രവാദികളെ തകർക്കാനായി ഇസ്രായേലിന് ചോർത്തി നൽകുകയും ചെയ്തു. അത് വേണമെങ്കിൽ ട്രംപിന്റെ കഴിവുകേടെന്ന് പറയാം. പക്ഷേ പെന്റഗൺ അവരുടെ ജോലി അവരുടെ സഖ്യകക്ഷിക്ക് വേണ്ടി കൃത്യമായി തന്നെ ചെയ്തു. ഇറാൻ ഇസ്രായേലി യുദ്ധത്തിന് മുമ്പ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ വിഷയത്തിൽ സമാധാന ചർച്ചകൾ നടക്കാതിരിക്കുമ്പോൾ നേരത്തെയും ഇസ്രായേലി ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ വിശ്വാസത്തിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പാവം ജനത എല്ലാവരും സുരക്ഷിതമായി കിടന്നുറങ്ങുമ്പോഴാണ് ജൂൺ 13 ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുകൂടി ഓർക്കണം. ഒന്നുകിൽ ട്രംപ് കുഴിച്ച കുഴിയിൽ ഈ തീവ്രവാദികൾ വന്നു വീണോ, അല്ലെങ്കിൽ തീവ്രവാദികളെ തീർക്കാൻ ട്രംപ് അറിയാതെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി. എന്തായാലും പെന്റഗണും ഇസ്രായേലും ഒറ്റക്കെട്ടാണ്. ഇസ്രായേലി സേനയ്ക്ക് പെന്റഗൺ ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും കൈമാറുന്നുമുണ്ട്. പിന്നെ ഈ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഇസ്രായേലിനെ ആക്രമിക്കാം എന്ന് കരുതി ഇരിക്കുകയാണെങ്കിൽ അതും തെറ്റി. ലോകം അത് കാത്തിരിക്കേണ്ട. ഖത്തർ അനങ്ങാത്തതിന് കാരണമുണ്ട്. ഖത്തർ ഇന്നും തന്റെ ഗൾഫ് മേഖലയിൽ ഒറ്റയ്ക്കാണ്. ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ, ഫണ്ടിങ് ഇവയൊക്കെ നൽകുന്നതിന്റെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനെ ഒറ്റപ്പെടുത്തുകയും ഏറെക്കാലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. അതിന്റെ ഫലം ഖത്തർ ഏറെക്കുറെ അനുഭവിക്കുകയും ചെയ്തു. ആകെയുള്ള കുറച്ച് എണ്ണ വെച്ചുള്ള കളിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളത്. അത് റഷ്യ അടക്കമുള്ള എണ്ണ ഖനനം ചെയ്ത് വിൽക്കുന്ന രാജ്യങ്ങൾ വീണ്ടും എണ്ണയുടെ വില കുറച്ചാൽ അത് അവർക്ക് പണി കിട്ടും. ഈ എണ്ണ വിറ്റുണ്ടാക്കുന്ന പണമെടുത്ത് മിസൈൽ വാങ്ങി അത് അമേരിക്കയിലേക്കും മറ്റുമൊക്കെ എടുത്ത് ഇസ്രായേലിലേക്കും എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ പണമേ ഉണ്ടാകില്ലെന്നും അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ നല്ല കുട്ടിയായി മിണ്ടാതിരിക്കുന്നതും ഖത്തറിനോട് ആവശ്യപ്പെട്ടതും വളരെ നല്ല കുട്ടിയായി മിണ്ടാതിരുന്നുള്ളത്. പോരെങ്കിൽ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനല്ല ഒരു ഭീഷണി നൽകിയത്, അമേരിക്ക കേൾക്കാൻ കൂടിയാണ്. ഏതൊക്കെ ഭീകരർ തന്റെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുന്ന, ഏതൊക്കെ ഭീകരർ ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്ന് പറ്റിയാലും എവിടെ ഇരുന്ന് പ്രവർത്തിച്ചാലും അവിടെയൊക്കെ തങ്ങളുടെ സൈന്യം ചെന്ന് അവരെ വകവരുത്തുമെന്ന മുന്നറിയിപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി കാറ്റ്സും ഒക്കെ നൽകിയത്. അങ്ങനെ ഇതാണ് ഇസ്രായേലിന് ഖത്തറിനോട് പറയാനുള്ള സന്ദേശം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച